കമ്മ്യൂണിസ്റ്റുകാർ ഭീരുക്കളാണെന്ന കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ജോൺ ബ്രിട്ടാസിനെതിരെ നടത്തിയ പരാമർശത്തിലും ജോൺ ബ്രിട്ടാസിനെതിരെ സുഷ്മിത ദേവ് നടത്തിയ ലുങ്കിവാല പരാമർശത്തിലും രാജ്യസഭയിലും ഇന്ന് ബഹളമുണ്ടായി. അംഗങ്ങൾ സഭയിൽ സംസാരിക്കുമ്പോൾ ജാഗ്രത പുലർത്തണമെന്ന് ചെയർമാൻ മുന്നറിയിപ്പ് നൽകി. അംഗങ്ങളെ ചേംബറിലേക്ക് വിളിച്ചു വരുത്തി സംസാരിച്ച പ്രശ്നം പരിഹരിക്കുമെന്ന് ചെയർമാൻ CP രാധാകൃഷ്ണൻ വ്യക്തമാക്കി. മുണ്ടുടുത്തു വന്ന കേരളത്തിലെ MP മാർ പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിച്ചു. സംസ്ഥാനത്തിൻ്റെ പേര് കേരളം എന്നാക്കുന്ന ബില്ലിൽ രാജ്യസഭയിൽ ചർച്ച തുടരുകയാണ്. ബില്ല് ലോക്സഭ ഇന്നലെ പാസാക്കിയിരുന്നു. കേരളത്തിലും ഈ ഭൂലോകം മുഴുവൻ പരന്നു കിടക്കുന്ന മുഴുവൻ മലയാളികളുടെയും ഒരു എളിയ പ്രതിനിധിയായി ഞാൻ അഭിമാനത്തോടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഈ ചരിത്ര മുഹൂർത്തത്തെ കേരളമാകുന്ന ഈ ചരിത്ര മുഹൂർത്തത്തെ ഈ ബില്ലിനെ ഞാൻ പിന്താങ്ങുന്നു. സർ, ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളം എന്ന കേട്ടാലോ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ. സർ, മഹാകവി വള്ളത്തോളിന്റെ വരികളാണ് സർ. തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ, ഞരമ്പുകളിൽ ചോര തിളയ്ക്കും സർ. അനീതി കണ്ടാൽ ചോര തിളയ്ക്കും സർ. അതിക്രമങ്ങൾ കണ്ടാൽ ചോര തിളയ്ക്കും സർ. വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചാൽ ചോര തിളയ്ക്കും സർ. കൂടുതൽ വിശദാംശങ്ങളുമായി ജിഷ്ണു ചേരുന്നുണ്ട്. ജിഷ്ണു, കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ രൂക്ഷ വിമർശനമാണല്ലോ ഉയരുന്നത്. ഏത് സാഹചര്യത്തിലായിരുന്നു? മാത്രമല്ല കേരളത്തെക്കുറിച്ചുള്ള ചർച്ചകൾ എങ്ങനെ പുരോഗമിക്കുന്നു? ഇന്നും പ്രതിപക്ഷം ഇരു സഭകളിലും ബഹളമായിരുന്നല്ലോ. രാജേഷ്, നിലവിൽ രാജ്യസഭയിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് ഔദ്യോഗികമായി മാറ്റുന്നതിനുള്ള ബില്ലിന്മേലുള്ള ചർച്ച പുരോഗമിക്കുകയാണ്. ഇപ്പോൾ BJP അംഗം, ഉത്തർപ്രദേശിൽ നിന്നുള്ള BJP അംഗം സുധാൻഷു ത്രിവേദിയാണ് സംസാരിക്കുന്നത്. അല്പസമയങ്ങൾക്ക് മുൻപ് കേരളത്തിൽ നിന്നുള്ള അംഗം A. റഹീം സംസാരിച്ചിരുന്നു. ഇപ്പോൾ BJP അംഗം വ്യക്തമാക്കുന്നത് ഭാരതത്തെ സംബന്ധിച്ച് ദക്ഷിണ ഭാരതം, ഉത്തര ഭാരതം എന്ന വേർതിരിവുകളില്ല. രാജ്യം എന്ന ഒറ്റ ആശയം മാത്രമാണ് പാർലമെന്റിനും ഒപ്പം കേന്ദ്ര സർക്കാരിനുമുള്ളത്. അതുകൊണ്ട് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ അത്തരത്തിലുള്ള വേർതിരിവുകൾ ഉണ്ടാകരുത് എന്നുള്ളതാണ് BJP അംഗം ചൂണ്ടിക്കാട്ടിയത്. ഒപ്പം ഈ ബില്ലിന്മേലുള്ള വിശദമായ ചർച്ച നടക്കും. രാജ്യസഭ ഈ ബില്ല് അല്പസമയത്തിനകം തന്നെ പാസ്സാക്കും. നേരത്തെ ലോക്സഭ കഴിഞ്ഞ ദിവസം ചർച്ചകൾ കൂടാതെ വെറും 6 മിനിറ്റിനുള്ളിലായിരുന്നു കേരളത്തിന്റെ പേര് മാറ്റുന്ന ബില്ല് പാസ്സാക്കിയത്. കാരണം പ്രതിപക്ഷ ബഹളം കാരണം ആ ബില്ലിന്മേലുള്ള ചർച്ച ലോക്സഭയിൽ നടന്നിരുന്നില്ല. ഒപ്പം ഇന്ന് രാജ്യസഭയിൽ രാവിലെ ചേർന്നപ്പോൾ വലിയ ബഹളങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. നേരത്തെ രാജേഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ കഴിഞ്ഞ ദിവസം സഭയിൽ സംസാരിക്കുമ്പോഴായിരുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമൻ ജോൺ ബ്രിട്ടാസിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചോദ്യങ്ങൾ ഉന്നയിക്കും, വസ്തുതകൾ വളച്ചെടുത്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കും. എന്നാൽ അതിന് മറുപടി പറയാൻ നേരം പാർലമെന്റിൽ നിന്ന് ഒളിച്ചോടുകയാണ് ജോൺ ബ്രിട്ടാസ് എന്നും ഭീരുക്കളാണ് എന്ന പരാമർശം ധനമന്ത്രി നടത്തിയത്. അതേ തുടർന്ന് സംസാരിക്കുമ്പോഴാണ് ജോൺ ബ്രിട്ടാസിനെതിരെ വീണ്ടും ലുങ്കിവാല എന്ന പരാമർശം BJP അംഗത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഇതിനെതിരെ വലിയ പ്രതിഷേധം പ്രതിപക്ഷം ഉയർത്തി. തുടർന്ന് രാജ്യസഭാ ചെയർമാൻ, ഉപരാഷ്ട്രപതി കൂടിയായിട്ടുള്ള ചെയർമാൻ CP രാധാകൃഷ്ണൻ ഇടപെടുകയും ഒരു സംസ്കാരത്തെയും അധിക്ഷേപിക്കുന്ന വാക്കുകളോ പ്രവർത്തനങ്ങളോ ഉണ്ടാകരുത്, അംഗങ്ങൾ സഭയിൽ സംസാരിക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും ഇരു അംഗങ്ങളെയും ചേംബറിലേക്ക് വിളിച്ചു വരുത്തി പ്രശ്നം പരിഹരിക്കും എന്ന നിർദ്ദേശമാണ് ചെയർമാൻ നൽകിയത്. ഇതിനുകൂടി ഭരണ പ്രതിപക്ഷാംഗങ്ങൾ വഴങ്ങുകയാണ് ഉണ്ടായത്. മുണ്ടുടുത്തെത്തിയ കേരളത്തിലെ MP മാർ പാർലമെന്റ് കവാടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിഷേധിക്കുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കുന്ന ബില്ലിന്മേലുള്ള ചർച്ച രാജ്യസഭയിൽ പുരോഗമിക്കുകയാണ്. രാജേഷ്.